പാസ്റ്റർ റിജോയ് ചായൻ, രാജൻ സാറ്, ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും, എനിക്ക് ഏറ്റവും അടുത്ത അനവധി ദൈവദാസന്മാർ ഇതിനകത്തുണ്ട്. അവരുടെ പേരെടുക്കുക പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനവുമായി നിൽക്കാൻ ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ ഇടയ്ക്കൊക്കെ പലപ്പോഴും ദൈവവചനം സംസാരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറി, ചിലപ്പോൾ പറ്റാതെ പോയിട്ടുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുകയാണ്. പലപ്പോഴും ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ എനിക്ക് അവസരം അത് ലഭിച്ചിട്ടുണ്ട്. DPM-ലൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളെ വളരെ ശ്രേഷ്ഠമായി കരുതുന്നവരാണ്. കാരണം വളരെ പരിമിതമായി മാത്രമാണ് മലയാളത്തിൽ ദൈവവചനം സംസാരിക്കുന്നത്. ഗുജറാത്ത് ഇവിടുത്തെ ലോക്കൽ ആളുകളുടെ മാത്രം ശുശ്രൂഷിക്കുന്ന ഒരു മിഷണറി കുടുംബമാണ് ഞങ്ങളുടേത്. കഴിഞ്ഞ 30 വർഷത്തിലുപരിയായി ഗുജറാത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഞാൻ എന്റെ സാക്ഷ്യം പല സന്ദർഭങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികമായ കാര്യങ്ങൾ പറയുന്നില്ല. എങ്കിലും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒത്തിരി കോട്ടയാണ്. വടക്കേ ഇന്ത്യയിലുള്ള ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഈ പ്രയർ ഗ്രൂപ്പിൽ എന്നും പറയുമ്പോൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഞങ്ങളൊക്കെ ആ ലിസ്റ്റിൽ വന്നു ചേരുന്നല്ലോ. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഗ്രാമങ്ങളിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. മരണത്തിന്റെ വായിലാണ് എപ്പോഴും. പോയിട്ട് തിരിച്ചു വന്നാൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തും സംഭവിക്കാം. പ്രത്യേകാൽ ആന്റി കൺവെൻഷൻ ബില്ല് പാസ്സാക്കപ്പെട്ട ഈ ഗുജറാത്തിൽ ഓരോ സ്നാനങ്ങൾ നടക്കുമ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ വീടിന്റെ ചാവി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ വരാൻ പറ്റിയില്ലെങ്കിലും ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. വളരെ ഭീതിയോടെയാണ് പലപ്പോഴും പോകുന്നത്. എന്നാൽ അവിടുത്തെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്നതായതുകൊണ്ട് ഒരുപാട് ദൈവത്തിൽ സന്തോഷിക്കുന്നു. പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ദൈവം അവസരം നൽകുന്നു. 30ഓളം ശുശ്രൂഷകന്മാർ ഞങ്ങൾ ഒരുമിച്ച് ഒന്നിൽ നിന്ന് ആരംഭിച്ച് ചെറിയ വീടുകളിൽ 2 പേര് മാത്രം ആരംഭിച്ച് 2, 3, 4 വർഷം കൊണ്ട് 50, 60, 100 പേരായി മാറുന്നു കാണാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തരുന്നു. 2015 മുതലാണ് ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 13 ഹോളുകൾ, വളരെ നല്ല ഹോളുകൾ പോലും പണിത് കർത്താവിന് വേണ്ടി ദൈവത്തെ ആരാധിപ്പാൻ, ദൈവജനത്തിന്റെ ഏൽപ്പിപ്പാൻ ദൈവം അവസരം നൽകി. അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും അനവധി ആളുകളെ, ഒത്തിരി ആളുകളെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ദൈവം അവസരം നൽകുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളവിടെ കാണുന്നു. മക്കളില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. അത്ഭുതം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ദൈവഭാഗത്ത് വരികയുള്ളൂ. അതുകൊണ്ട് വചനം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുന്ന, അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുന്ന ദൈവവചനത്തെ അതിന്റെ മുന്നിൽ വിളമ്പുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം തരുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 3 ഡിസ്ട്രിക്റ്റുകൾ ചേർന്ന ഒരു വലിയ വിശാലമായ ഏരിയകളാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. 100 സഭകൾ എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഈ ഗ്രൂപ്പിലൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഒത്തിരി സ്നേഹമുള്ള പ്രിയപ്പെട്ടവരുണ്ട്. കഴിയുമ്പോഴെല്ലാം ഇതിൽ കയറും. ഞങ്ങൾക്കും ഇതിനകത്ത് കയറുന്ന ഒത്തിരി സന്തോഷമാണ്. ഇന്ന് ദൈവം തന്നിരിക്കുന്ന ദൈവവചന ചിന്തയിലേക്ക് കിടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ എന്നും എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ ഒരു ആത്മാർത്ഥമായ ഒരു സുഹൃത്താണ് കർത്താവിന്റെ ദാസൻ വർഗീസ് പാസ്റ്റർ. പലപ്പോഴൊക്കെ ഞാൻ തളർന്നുപോയ സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ദൈവത്തിന്റെ വചനം അഭ്യസിച്ചത്. ആ സന്ദർഭം മുതൽ എൻ്റെ കൈ പിടിച്ച് എന്നെ ഉയർത്തിയ, പലപ്പോഴും കൂടെ നിൽക്കുന്ന ആ നല്ല സ്നേഹിതനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശരീരത്തിൽ ഈ വെളുത്ത പാടുകൾ എനിക്ക് വർഷങ്ങൾക്ക് മുൻപ്, അത് ചെറിയ പ്രായത്തിൽ അതുണ്ടായതാണ്. ഈ പാടുകള് വർഷങ്ങൾ ഞാൻ ശുശ്രൂഷയിൽ തന്നെ ഒത്തിരി വിമുഖനായി. ഒരു സഭാ ശുശ്രൂഷയൊന്നും എടുക്കണ്ട, ബൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ഏതെങ്കിലും ഇതിൽ ദൈവത്തിനുണ്ട് പ്രയോജനപ്പെടാം. എന്നെ അന്നു മുതൽ ഉത്തേജിപ്പിച്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പബ്ലിക്കിലൊക്കെ ഇറങ്ങണം, മുന്നോട്ട് പോകണം എന്ന് എന്നെ ഉത്സാഹിപ്പിച്ചൊരു ദൈവദാസനാണ് വർഗീസ് പാസ്റ്റർ. എന്നാൽ ഒരു പ്രാർത്ഥന വിഷയം പറയാനാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ചില 2-3 വർഷങ്ങളായിട്ട് എനിക്ക് എൻ്റെ ഈ സ്കിൻ പ്രോബ്ലത്തിന് ഒത്തിരി സൺലൈറ്റ് ഒക്കെ അടിച്ച, അതിന് മെഡിസിൻ, ചില സന്ദർഭങ്ങളൊക്കെ മെഡിസിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൺലൈറ്റ് എക്സ്പോസ് ചെയ്തത് കൊണ്ട്, ഈ പിഗ്മെന്റേഷന് വേണ്ടി പോയതുകൊണ്ട് അതിൽ ഒത്തിരി സൂര്യൻ കിരണം എന്റെ ശരീരത്തിൽ അടിച്ചു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് വലിയ ചൊറിച്ചിലുകൾ, അലർജികളൊക്കെ എനിക്ക് ഉണ്ടാകും. എനിക്ക് എൻ്റെ ചുണ്ടുകൾക്കൊക്കെ വലിയ നീരുണ്ടായി, പൊട്ടിച്ചോര പോലും വരുന്ന അവസരങ്ങൾ ചിലപ്പോഴൊക്കെ ഉണ്ടായി. കഴിഞ്ഞ കുമ്പനാട് കൺവെൻഷനൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ അനുഭവിച്ചു.
ആത്മാർത്ഥമായി എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ചോദിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യുമ്പം ഒത്തിരി കാര്യങ്ങൾ, ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടെത്തി ഞങ്ങള് വരുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഭാരപ്പെടാറുണ്ട്. ചില മീറ്റിങ്ങുകളൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പ്രസംഗിക്കാൻ വിളിച്ചപ്പം, പ്രത്യേകിച്ച് ഈ സൂമിലൊക്കെ ഇരുന്ന് പ്രസംഗിക്കാൻ മേലാത്ത സാഹചര്യത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ പലത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറ്റില്ല എന്ന് തുറന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ചോദിക്കുന്നു, കഴിയുന്നിടത്തോളം കർത്താവിന് വേണ്ടി ഇവിടെ നിൽക്കണം. ലോകത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും ആത്മാക്കൾ നേടണം. കഴിയുന്നിടത്തോളം സഭകൾ സ്ഥാപിക്കണം. ഇന്ന് രക്ഷിക്കപ്പെടുന്നു, 3 മാസം കഴിയുമ്പോൾ തന്നെ അവരെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അടുത്ത സ്ഥലങ്ങളിൽ അവർ പ്രവർത്തകരാക്കുകയാണ്. അങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ബൈബിൾ സ്കൂളിൽ ചെറിയൊരു ബൈബിൾ സ്കൂളിൽ മറ്റു സ്ഥലത്തുള്ള, എന്നാൽ വേലക്കാർ വളരെ ചുരുക്കമാണ്. പുതിയ വേലക്കാരുണ്ടാകണം, പ്രവർത്തനങ്ങൾ വിശാലമാകണം. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കാം. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി രാവിലെ സമയം പങ്കുവയ്ക്കാൻ വളരെ സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലാണ്. അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒത്തിരി അറിയാവുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അതിന്റെ 5-ാം വാക്യം പറയുന്നു. ആ വാക്യം 3 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറയുന്നത്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. വേദപുസ്തകത്തിൽ 10 വേദഭാഗങ്ങളിൽ 5 ഇടങ്ങളിലെ 10 വാക്യങ്ങളിൽ 11 പ്രാവശ്യം പേര് പറയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഹാനോക്ക്. നമുക്കെല്ലാം അറിയാം, ഒത്തിരി നാം കേൾക്കുന്നതാണ്. എങ്കിലും ദൈവരഹസ്യത്തിൽ തന്ന ഒരു ചെറിയ ചിന്തയാണ് ആ ഭാഗത്ത്. എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനിച്ചു, ജനിപ്പിച്ചു, മരിച്ചു എന്ന് മാത്രം പറയുന്ന ഒരധ്യായത്തിന്റെ ഇടയിൽ വ്യത്യസ്തമായ ഒരു കഥയുമായി, വ്യത്യസ്തമായ ഒരു സാക്ഷ്യവുമായി ലോകത്തിന് മുൻപിൽ വെളിപ്പെട്ട, പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്താൻ ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രമാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് ഉൽപ്പത്തി 5-ലാണ് ആദ്യമായിട്ട് നാം കാണുന്നത്. അവിടുന്ന് യൂദ വരെയുള്ള പുസ്തകങ്ങളിൽ 5 പുസ്തകങ്ങളിലാണ് ഈ ഹാനോക്കിനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. 1 വൃത്താന്തങ്ങളിൽ നമുക്ക് കാണാം, എബ്രായ ലേഖനത്തിൽ കാണാം, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാം, യൂദയുടെ പുസ്തകത്തിൽ തന്റെ പേര് നമുക്ക് കാണുവാൻ കഴിയും. പല കാര്യങ്ങൾ ഹാനോക്കിൽ നിന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. നിരവധി കാര്യങ്ങൾ ഹാനോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ട്. ഇന്നത്തെ പ്രസംഗത്തിന്റെ പേര് കൊടുത്താൽ ദൈവത്തോടൊപ്പം നടക്കാൻ ദൈവം ആളുകളുടെ തിരയുന്നു. ഈ പ്രസംഗത്തിന്റെ ശീർഷകം ഇതാണ്: God is seeking who is willing to walk with him. ദൈവത്തോടൊപ്പം നടക്കാൻ ആഗ്രഹമുള്ള ആളുകളെ, താല്പര്യമുള്ള ആളുകളെ ദൈവം തിരയുകയാണ്. ഈസി അല്ല എന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. ഹാനോക്ക് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ഡെഡിക്കേറ്റഡ് ആൻഡ് കോൺസിക്രേറ്റഡ് എന്ന 2 അർത്ഥമാണ് ഹാനോക്ക് എന്ന പദത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. 1, വേർതിരിക്കപ്പെട്ടവന് മാത്രമേ നടക്കാൻ കഴിയൂ. 2, വിശുദ്ധീകരിക്കപ്പെട്ടവന് മാത്രമേ നടക്കാൻ കഴിയൂ. നടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും നടന്ന പലരുടെയും പേരുകൾ ബൈബിളിലെ ചുരുക്കം ആളുകളുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധീകരിക്കപ്പെടുകയും വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നവർക്കാണ് ഒരു നല്ല സാക്ഷ്യം എന്റെ ദൈവം വച്ചിരിക്കുന്നത്. സ്തോത്രം. ഹാനോക്കിനെ കുറിച്ച് ഒന്നാമതായി ഈ ഭാഗം വായിച്ച വേദഭാഗത്തിൽ കാണുന്നതും ഉൽപ്പത്തിയിൽ നിന്നും കാണുവാൻ കഴിയുന്നതായ ഭാഗം 1, ദൈവത്തോട് കൂടെ നടന്ന ഒരു മനുഷ്യൻ. ഏറ്റവും പ്രധാനമായ തന്റെ സാക്ഷ്യം ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കാണ്. 2, ദൈവത്തെ പ്രസാദിപ്പിച്ചവനാണ്. 3, ദൈവത്തിന് വേണ്ടി സംസാരിച്ചവനാണ്, ദൈവത്തിന്റെ നാവായി മാറിയവനാണ്. 4, ദൈവത്താൽ എടുക്കപ്പെട്ട ഹാനോക്ക്, കുടുംബസ്ഥനായിരുന്ന ഹാനോക്ക്, വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കപ്പെട്ട ഹാനോക്ക്. പല നിലകളിൽ നമുക്ക് ഹാനോക്കിനെ കാണുവാനായി കഴിയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന് ശേഷമാണ് 5-ാം അധ്യായം വരുന്നത്. 4-5 അധ്യായങ്ങളൊക്കെ പഠിച്ചാൽ നടക്കാൻ പര്യാപ്തമല്ലാത്ത കാലത്ത് നടന്ന ഒരു വ്യക്തിത്വമാണ് ഹാനോക്ക് എന്ന് കാണുവാനായി കഴിയും. ഒരുപാട് പ്രതിസന്ധികൾ നടന്നൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. നഗരവാസം ആരംഭിച്ച് വലിയ പട്ടണങ്ങൾ പണിയപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഞാൻ താമസിക്കുന്ന പട്ടണം
സൂറത്ത് പ്രജോചാരി പട്ടണത്തിലാണ്. ഇത് ഏകദേശം 70 ലക്ഷം 7 മില്യൺ ആളുകളുടെ ഒരു പട്ടണമായി അതിവേഗതയിൽ വളരുകയാണ്. ഓരോ ദിവസങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഈ പട്ടണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ബിൽഡിങ്ങുകൾ പോകുന്നത് കണ്ടാൽ നമുക്ക് എന്താണ് ഓരോ ദിവസങ്ങൾ മാറ്റം നമുക്കറിയാം. ഇതുപോലെ ഒരുപാട് പട്ടണങ്ങൾ ലോകത്തിൽ മുഴുവനും പട്ടണവൽകൃതമായ ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഇതാരംഭിച്ച ഒരു കാലഘട്ടമായിരുന്നു ഹാനോക്കിന്റെ കാലം. നഗരങ്ങൾ ശുദ്ധിയുടെയും നഗരങ്ങൾ ലാളിത്യത്തിന്റെയും നഗരങ്ങൾ വഞ്ചനയില്ലായ്മയുടെയും ഇടങ്ങളാണെങ്കിൽ പട്ടണങ്ങൾ ഒരുപാട് വഞ്ചനയുടെയും ഒരുപാട് പാപമംഗലമായ ഒരവസ്ഥയായി പട്ടണത്തെ നമുക്ക് കാണുവാൻ കഴിയും. പട്ടണത്തിൽ ആരും ആരെയും അറിയുന്നില്ല, ആർക്കും ആരെയും വിഷയമല്ല, അവനവന്റെ ജീവിതം നയിക്കുന്നു. ഏത് നിലയിലും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹാനോക്ക് ജീവിച്ചത്. അടുത്ത ഇങ്ങനെയാണ് വായിക്കുന്നത്. സമ്പത്ത് വർദ്ധിച്ചിരുന്ന ഒരു കാലമായിരുന്നു. കലാവാസനകൾ വർദ്ധിച്ചിരുന്ന ഒരു കാലമായിരുന്നു. ബഹുഭാര്യത്വം ആരംഭിച്ച ഒരു കാലഘട്ടമായിരുന്നു ഹാനോക്കിൻ്റെത്. കൊലയും കൊലപാതകങ്ങളും ആയുധങ്ങളും വലിയ വലിയ ആയുധങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയ അതിന്റെ തുടക്കം കുറിച്ചൊരു കാലഘട്ടമാണ് ഹാനോക്ക് തന്റെ സൂക്ഷ ആരംഭിച്ചത്. ഈ കാലഘട്ടത്തോട് നാം ചേർത്ത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കണം. അതിനപ്പുറമാണ് നോഹയുടെ കാലം എത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുവാൻ ആരംഭിച്ചു. ആർക്കാണ് ദൈവത്തോടു കൂടെ നടക്കുവാൻ കഴിയുന്നത്? സമയത്തിന്റെ പരിധിയിൽ പല ഭാഗങ്ങൾ കട്ടിയത് വേണം, മറ്റു ചില ഭാഗങ്ങൾ പറയട്ടെ. ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു ഭക്തന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണമെന്ന് 3 വ്യക്തികളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹാനോക്കിന്റെ ജീവിതം. മറ്റൊന്ന് നോഹയാണ് ദൈവത്തോടു കൂടെ നടന്നത്. മറ്റൊന്ന് ദൈവത്തോടു കൂടെ നടത്തപ്പെട്ട വ്യക്തിയായിരുന്നു ലേവിയരും ലേവിയ കുടുംബങ്ങളും. അവർ ദൈവത്തോടു കൂടെ നടന്നവരാണ്. വേദപുസ്തകം പഠിച്ചാൽ ഈ ഭാഗത്ത് പറയുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നത് വിശ്വാസത്താലാണ് എന്ന് എബ്രായ ലേഖനകാരൻ പറയുകയാണ്. അപ്പം ദൈവത്തോടു കൂടെ നടക്കുന്ന ഒരു ഭക്തന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാമത്തെ ഘടകം വിശ്വാസമാണ്. ഇങ്ങനെയാണ് വാക്യം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഭാരതത്തിന്റെ ഉണർവിന് വേണ്ടി, മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം വേണം. വിശ്വാസം ഇല്ലേ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നോട്ടുകൾ വാരി എറിഞ്ഞതുകൊണ്ടോ, സമയം ദൈവസ്ഥനിൽ ഇരുന്നതുകൊണ്ടോ, വലിയ പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടോ, വലിയ ഗായകരായി മാറിയത് കൊണ്ടോ എന്ത് ചെയ്തിട്ടും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അനിവാര്യമായ ഘടകമാണ് വിശ്വാസം എന്ന ഭാഗത്ത് കാണുവാൻ കഴിയും. യേശു ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതും യേശുവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ടതുമായ 2 കാര്യങ്ങളിലൊന്ന് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. അപ്പൊ വിശ്വാസമാണ് നടക്കാൻ പ്രധാനമായി വേണ്ടത്. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ അറിയാം, 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയില്ലെന്ന് ആമോസ് 3:3 പറയുന്നു. അപ്പം ദൈവത്തോടുകൂടെ നടക്കണമെങ്കിൽ രണ്ടാമത്തെ അനിവാര്യ ഘടകം ഒക്കുക എന്നുള്ളതാണ്. 2 പേര് ചേരുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ നടക്കുന്ന വ്യക്തികളുടെ ഈ അക്ഷരീക അർത്ഥത്തിൽ യേശു ഇറങ്ങി വന്ന്, അഥവാ ദൈവം വന്നിട്ട് ഹാനോക്കുമായിട്ട് ഒരുമിച്ച് കൈകോട് കുറച്ച് പിടിച്ച് നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വേദപുസ്തകം അതിനല്ല, അതിന്റെ ആ രീതിയിലുള്ള അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തോടുള്ള ബന്ധത്തിൽ, തന്റെ പ്രാർത്ഥനാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ, തന്റെ ജീവിത ചര്യകളിൽ ദൈവവുമായുള്ള ബന്ധത്തിൽ, അഭേദ്യമായ ബന്ധത്തിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുക? ദൈവമാര് എന്നതിനെ വിശ്വസിക്കുന്നതാണ് ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിന്റെ തിരുവെടുത്തുകൾ, ദൈവം നമുക്ക് നൽകിയ ആലോചനകൾ നടക്കുമെന്ന് വിശ്വസിക്കുന്നതാണ് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തിന് വചനം ശ്രമിക്കുന്ന ദൈവഭക്തന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളോട് ദൈവം ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റമില്ലാത്ത, ഇന്നലെയും ഇന്നും ഒന്നിക്കും അന്യനായ, വാക്കുമാറാത്ത വലിയ ദൈവം പറഞ്ഞ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് മാറ്റം പറഞ്ഞുകൂടെ? എന്റെ ദൈവം പറഞ്ഞു നടക്കും. ദൈവത്തോട് ഒക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒക്കുക എന്ന് പറഞ്ഞാൽ ദൈവം വിശുദ്ധനാണ്, ദൈവത്തിന്റെ വിശുദ്ധിക്കൊപ്പം ഒക്കുക. ദൈവം താഴ്മയുള്ളവനാണ്, ദൈവത്തിന്റെ താഴ്മയ്ക്കൊക്കെ ഒപ്പം ഒക്കുക.
ദൈവം ആരാധ്യനായ ദൈവമാണ്, ആ ദൈവത്തോടൊപ്പം ഒക്കുക. സത്യമാണ്, ആ ദൈവത്തോടൊപ്പം ഒക്കുക എന്നാണ്. വേദപുസ്തകം പഠിച്ചാൽ സത്യത്തിൽ നടക്കണമെന്ന് പറയുന്നു, ജ്ഞാനത്തോടെ നടക്കണമെന്ന് പറയുന്നു. ദൈവം ജ്ഞാനിയാണ്. വിവേകശൂന്യമായ നടപ്പുകൾ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തോടൊക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊപ്പം ഉയരുകയും വളരുകയും താഴ്ന്നു ധരിക്കുകയും വിശുദ്ധിയിൽ നിറയുകയും ചെയ്യുന്ന ആ പദമാണ് ദൈവത്തോട് ഒക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങളുടെ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. ഇന്ന് പലരും നടക്കുന്നുണ്ട്, ദൈവത്തോട് ഒത്തിട്ടാണെന്ന് അറിയില്ല. ദൈവം ഞാനങ്ങ് പോവുകയാണ്, ദൈവം നീ കൂടെ വന്നാൽ കുഴപ്പമില്ല, വന്ന നല്ലത് എന്ന ചിന്തയിലാണ്. അടുത്ത ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിന്റെ വാക്യമുണ്ട്, അവർ യോഗ്യന്മാരാകയാൽ എന്നോട് കൂടെ നടക്കും. ദൈവത്തോടൊപ്പം നടക്കാനുള്ള ഒരു ഭക്തന്റെ മൂന്നാമത്തെ യോഗ്യതയുള്ളവരാകുക എന്നുള്ളത്. യോഗ്യത. മരിച്ച സഭയാണ്, പ്രതിസന്ധികൾ നിറഞ്ഞ, ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാണെന്ന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം നോക്കുമ്പോൾ കണ്ട സഭയ്ക്കകത്ത് വെളിപ്പാട് 3:5 ആ ഭാഗം. 7 സഭകളുള്ള ദൂതിൽ ദൈവം പറയുന്നു, ചിലർ യോഗ്യന്മാരാകയാൽ അവർ എന്നോടൊപ്പം നടക്കും. എന്റെ ചോദ്യം, ദൈവത്തോടൊപ്പം നടക്കാൻ വെള്ള യോഗ്യന്മാരായി ആളുകളെയാണ്. സ്തോത്രം. നമുക്കെല്ലാം അറിയാം യോഗ്യന്മാരാണ്. പലതിലും യോഗ്യന്മാരെയാണ് പലർക്കും ആവശ്യമുള്ളത്. അതുപോലെ തന്നെ ദൈവത്തിന് യോഗ്യന്മാരെ ആവശ്യം. 1 കൊരിന്ത്യർ 1:26-27 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുന്ന നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരേറെയില്ല, ബലമില്ലതിൽ ലജിപ്പാൻ ബലഹീനമായ ദൈവം തെരഞ്ഞെടുത്തു. അത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവം ആരെയും തെരഞ്ഞെടുക്കും, ഏതു വ്യക്തിയും തെരഞ്ഞെടുക്കും. പക്ഷേ അവർ യോഗ്യത, വിശുദ്ധിയിൽ തെളിയുന്ന യോഗ്യതയുള്ളവരായ, ദൈവത്തിന്റെ സ്വഭാവത്തോട് യോജിക്കുന്ന യോഗ്യരായ ആളുകളെ ദൈവം നടത്തുന്നു. ഈ വേദഭാഗത്തിന്റെ മറ്റൊരു മൂന്നാമതായി ദൈവം എന്നെ പഠിപ്പിച്ച നാലാമത്തെ ഒരു ഭാഗം, മലാക്കി പ്രവാചകനാണ് ഇതിന്റെ ബാക്കി പറയുന്നുണ്ട്. മലാക്കി 2-ാം അധ്യായം 5ഉം 6ഉം വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അതിപ്രധാനമായ 5 കാര്യങ്ങളാണ് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു ഭക്തന്റെ 5 യോഗ്യതകൾ ആ ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ 5-ാമത്തെ വാക്യം, ഞാൻ അവർക്ക് നിയമം കൊടുത്തു. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ അവർ എന്നോടൊപ്പം നടന്നു, എന്നോട് കൂടെ നടന്നു എന്ന് പറയുന്നുണ്ട്. ആ ഭാഗത്ത് അതിപ്രധാനമായ 5 കാര്യങ്ങളാണ്. സമയത്തിന്റെ പരിധിയിൽ ഞാൻ വായിക്കുന്നില്ല. 1, അവർ എന്റെ നാമത്തെ അറിഞ്ഞു, അവർ എന്നെ ഭയപ്പെട്ടു, അവരെന്നെ വിറച്ചു. ദൈവത്തോടൊപ്പം നടക്കാനുള്ള ഭക്തന്റെ അതിപ്രധാനമായ യോഗ്യത ദൈവം വരച്ചു കാണിക്കുന്നു. വിറയ്ക്കുന്നവരെയാണ് നടക്കുന്നത് ദൈവം കൂടെ കൊണ്ടു നടക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവരെയാണ് ദൈവം കൂടെ കൊണ്ടു നടത്തുന്നത്. വായിലെ ഭയമല്ല, യഥാർത്ഥമായ ഒരു ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവത്തിൽ ഗ്രഹിക്കുന്ന ഭക്തന്മാരെയാണ് യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. എന്താണ് ഭക്തി? കേൾക്കുന്ന തിരുവെഴുത്തുകളെയും നാം അറിയുന്ന ദൈവിക സത്യങ്ങളെയും ഇത് യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ഇടപെടലുകളിലൂടെ, ജീവിതത്തിന്റെ ദിനചര്യകളിലൂടെ, സകല രംഗങ്ങളിലും ദൈവഭയത്തെ വെളിപ്പെടുത്തുന്നതാണ് ഒരു ദൈവഭക്തൻ എന്ന് പറയുന്നത്. ഈ കാലഘട്ടം ഭക്തിയൊക്കെ വെറും വേഷം മാത്രമാണ്. ഭക്തി ഇല്ലാത്ത കാലഘട്ടത്തിൽ ആ ഭാഗത്തിന് വിടുകയാണ് ഭക്തന്മാരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2-ാമതായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, നേരിലുള്ള ഉദ്ദേശം അവന്റെ വായിലുണ്ടായിരിക്കണം. ദൈവത്തോട് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭക്തന്റെ നാവിലുണ്ടായിരിക്കേണ്ടത് നേരിന്റെ ഉദ്ദേശമായിരിക്കണം. കള്ളവും കപടതകളും കപടാത്മീയതയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു നേരുള്ള ഉപദേശം നമ്മുടെ അക്ഷരങ്ങളിൽ ഉണ്ടാകണം. ദൈവത്തിന് ആവശ്യം പ്രസംഗകരല്ല, ദൈവത്തിന് ആവശ്യം ജീവിക്കുന്നവരെയാണ്. 15-ാം സങ്കീർത്തനത്തിൽ ഭക്ത ദൈവത്തോടുകൂടെ വസിക്കുന്ന ഭക്തന്മാരുടെ വളരെ ശക്തമായ ലിസ്റ്റുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവനായിരിക്കണം. ദൈവത്തോടുകൂടെ നടക്കുന്ന ഭക്തന്മാരുടെ വലിയ ലിസ്റ്റ് ആ ഭാഗം ജനങ്ങൾ വിടുകയാണ്. അടുത്ത് ഇങ്ങനെ പറയുന്നു, നീതികേട് അവന്റെ അധരങ്ങളിൽ കണ്ടില്ല. എന്റെ ചോദ്യം, ഏറ്റവും വലിയ പാപങ്ങൾ വിളിച്ചു വരുന്നവരുടെ അധരങ്ങൾ നീതികേട് സംസാരിക്കുന്നില്ലേ? സ്തോത്രം. യേശു വരുമെന്ന് പ്രസംഗിക്കുന്ന നമ്മൾ എത്രയും വേഗം യേശുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ, ഒരു നിലവിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ അധരങ്ങൾ അത് ദൈവത്തിന് വേണ്ടി നീതികേടുകൾ പറയാത്ത അക്ഷരങ്ങളായി നമ്മുടെ അക്ഷരങ്ങൾ മാറട്ടെ. ഷീലവിനെ പോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവമേ അങ്ങയുടെ അതിന്റെ അക്ഷരങ്ങളിൽ ഒന്ന് വെക്കണമേ എന്ന്. അടുത്തിങ്ങനെ പറയുന്നു, അവർ സമാധാനമായും
പരമാർത്ഥമായും എന്നോടുകൂടെ നടന്നു. ദൈവത്തോടൊപ്പം നടക്കുന്ന ഒരു ഭക്തനിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവൻ സമാധാനം ഉണ്ടായിരിക്കണം. പരമാർത്ഥതയിൽ മാത്രമേ ദൈവത്തോടൊപ്പം നടക്കാൻ കഴിയുള്ളൂ. പരമാർത്ഥത അപേക്ഷിക്കാൻ കഴിയും. അത് ഹൃദയത്തിന്റെ പരമാർത്ഥതയെ അത്യുജാലിക്കത്ത കണ്ണുള്ള ദൈവം നോക്കുന്നത് ഹൃദയത്തിന്റെ അകത്തേക്കാണ്. അടുത്ത ഭാഗമാണ് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ലേവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, അവർ പലരെയും അകൃത്യം വിട്ട് തിരിയുമാറാക്കി. ദൈവത്തോട് കൂടെ നടക്കുന്ന ഭക്തന്റെ അഞ്ചാമത്തെ പ്രത്യേകത, അവൻ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവനായിരിക്കും. സുവിശേഷത്തിന്റെ വക്താവായി അവൻ മാറും. ഈ ഹാനോക്കിനെ കുറിച്ച് പ്രകാരമാണ് വായിക്കുന്നത്. അവനൊരു പ്രവാചകനായിരുന്നു. ഭക്തികെട്ട പാപികൾ ദൈവത്തിനെതിരെയുള്ള ഭക്തികെട്ട സകല പാപങ്ങളുടെ നിമിത്തം അത് ദൈവത്തെ ന്യായം വിധിക്കുവാൻ, അവരെ ന്യായം വിധിക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി വന്നിരിക്കുന്ന അധരം കൊണ്ട് പറയുന്ന ഹാനോക്കിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ അധരം പലരെ നീതിയിലേക്ക് തിരിക്കണം. സുവിശേഷത്തിന്റെ വക്താവായി മാറണം. ആത്മാക്കളെ നേടുന്നവരായി തീരണം. യാക്കോബിനും പത്രോസിനും ഒക്കെ ഈ പദങ്ങൾ പറയാനുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ച് മുന്നോട്ട് നാം മണ്ണിൽ അടയുന്നതിന് മുൻപ് ചിലരെയെങ്കിലും നീതിയിലേക്ക് തിരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വ്യക്തിയെങ്കിലും സുവിശേഷത്തിന് വേണ്ടി നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് കൂടെ നടക്കുന്ന ആളുകൾ ചിലരെ തിരിക്കുന്നവരാണ്. നോഹ ദൈവത്തോടു കൂടെ നടന്നു, നീതി പ്രസംഗിയായിരുന്നു. കേട്ടോ കേട്ടില്ല നമുക്കറിയില്ല. പക്ഷെ ആത്മക്കളെ നേടാനുള്ള അഭിവാഞ്ഛയുള്ളവരായിരുന്നു, ആത്മദാഹമുള്ളവരായിരുന്നു. സദൃശവാക്യങ്ങൾ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. Praise the Lord. One who is winning souls, he is wise. ആത്മാക്കളെ നേടുന്നവനാണ് ജ്ഞാനി. ഈ ലോകത്തിൽ സമ്പത്ത് ഉണ്ടാക്കുന്നവനല്ല ജ്ഞാനി. ഈ ലോകത്തിൽ അത് വലിയ ബിസിനസ്സുകൾ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, അത് ചെയ്യുന്നവരല്ല ജ്ഞാനികൾ. ഈ ലോകത്തിൽ മിടുക്കന്മാരെന്നാണ് പറയുന്നത്. എന്നാൽ വേദപുസ്തകത്തിന്റെ ഭാഷ്യത്തിലെ മിടുക്കൻ ആത്മാക്കളെ നേടുന്നവരാണ്. ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ കൊണ്ട് ചിലരെങ്കിലും ദൈവത്തിന് വേണ്ടി നേടുവാൻ എന്നെ ഇടമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടൊപ്പം ഇരിക്കുവാൻ ചിലരെ നേടുവാൻ ദൈവം നമുക്കിടയാക്കുമാറാകട്ടെ. അത് ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമായ വേദഭാഗമാണല്ലോ. നമുക്കറിയാം, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ അത് ശോഭ പോലെ ഉണ്ടാകും. പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ, നീതിയിലേക്ക് തിരിക്കുന്നവനാണ് ദൈവത്തോടു കൂടെ നടക്കുന്നത്. ഞാൻ പറയട്ടെ, 140 കോടി ജനങ്ങളുള്ള ഭാരതത്തിൽ ഉപദേശിമാരുടെ പഞ്ഞമാണ്. 140 കോടി ആളുകളുള്ള ഇടത്ത് ആരാധനാലയങ്ങൾ 10 പേരും 4 പേരും ഒക്കെ ഇരിക്കുന്ന ആരാധനാലയങ്ങളായി മാറുകയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ ആരാധനാലയങ്ങൾ മലയാളികൾ ഇല്ലാതെ വന്നൊരു കാലഘട്ടമാണ്. കേരളത്തിലെ സഭകളിൽ യുവാക്കന്മാരില്ല. ഒരു 10-20 വർഷം കഴിയുമ്പോൾ പ്രായമുള്ളവർ മരിച്ചവശേഷിക്കും. നമ്മുടെ ആലയങ്ങൾ പൂട്ടിക്കിടക്കപ്പെടും. ഞാൻ പറയാം, ഒരു സഭയിൽ ഇന്ന് പാസ്റ്റർമാര് ഇഷ്ടം പോലെ പാസ്റ്റർമാരുണ്ട്. ഞങ്ങളൊക്കെ പഠിച്ച അങ്ങനെ കാലഘട്ടങ്ങളിൽ പാസ്റ്റർമാരുടെ ഭയങ്കര തള്ളലായിരുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സഭകളിൽ പാസ്റ്റർമാർ ചുരുക്കമായി വരികയാണ്. ബൈബിൾ സ്കൂളുകളിൽ പഠിക്കുവാൻ ആളുകളില്ല. സ്തോത്രം. നാം കരയണ്ടേ? യുവശക്തിയുടെ ഇന്ത്യയിലുള്ള 40% ആളുകൾ 15-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്, യുവക്കന്മാരായ ആളുകളാണ്. ഇവരെ നേടുവാൻ നമുക്ക് കരയാം. പ്രാർത്ഥിക്കുന്ന ആളുകൾ ആത്മനേട്ടക്കാരായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ ആത്മാക്കളെ നേടുന്നവനായിരിക്കും. സ്തോത്രം. ദൈവത്തോടു കൂടെ നടക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന 2 ഗുണങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കാം. അവൻ തന്റെ നിയമം അവരെ അറിയിക്കും. സങ്കീർത്തനങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ ഇംഗ്ലീഷിലെ പദം ഇങ്ങനെയാണ്, ഗോഡ് കൺഫൈഡ്സ് ദോസ് ഹു ഫിയർ ഹിം. ദൈവത്തെ ഭയം എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ദൈവം തന്റെ രഹസ്യങ്ങൾ അറിയിക്കുന്നത് അവരെയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ വാക്കുകൊണ്ട് ചുരുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നടന്നു പോകുന്ന 2 പേരെ കാണാം. ഒന്ന് ഏലിയാവും മറ്റൊന്ന് എലീശയുമാണ്. ഏലിയാവും എലീശയും ഒരുമിച്ച് നടക്കുമ്പോൾ ഏലിയാവ് പറയുന്നു, ദൈവം എന്നെ ബഥേലിലേക്ക് അയച്ചു. എലീശ അത് കേട്ടില്ല. ഏലിയാവിന്റെ കാതുകളിൽ ദൈവം പറഞ്ഞു, നീ പോകേണ്ടത് ബഥേലിലേക്കാണ്. നിന്റെ ജീവനാണ് യഹോവയാണേ, ഞാൻ നിന്നെ വിടത്തില്ല. സ്തോത്രം. മരിച്ചാലും ഞാൻ നിന്നെ വിടത്തില്ല. ഞാൻ പറഞ്ഞല്ല, എന്നെ ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്ക് വിടുന്നു. ഗിൽഗാലിലാണ് ആദ്യം, പിന്നെ ബഥേലിലാണ്, പിന്നെ യെരിഹോവിലേക്കാണ്, പിന്നെ യോർദാങ്കിലേക്കാണ്. എലീശയ്ക്കൊന്നേ പറയാനുള്ളൂ, എന്റെ ജീവനാണേ, എന്റെ ദൈവത്താണേ, ഞാൻ നിന്നെ വിടില്ല. സ്തോത്രം. എനിക്ക് വേറൊന്നും വേണ്ട, ശിഷ്യന്മാരെനിക്ക് വേണ്ട,
പല ബൈബിൾ സ്കൂളുകൾ ഉണ്ടായിരുന്ന എലീശയ്ക്ക് എനിക്ക് അത് വേണ്ട, ഈ ലോകത്തിലെ ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് നീ മാത്രം മതി, ഞാൻ നിന്നെ വിടില്ല. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. ഞാൻ നിന്നെ വിടില്ല, എനിക്ക് വേണ്ടത് നീ മാത്രമാണ്. ഈ ഭൂമിയുള്ളതെല്ലാം തട്ടി തകർന്നു പോകും, ഭൂകമ്പങ്ങളെല്ലാം ഇടിച്ച് തകർത്ത് കളയുന്ന മഴ, വലിയ വലിയ മണ്ണിടിച്ചിലുകളൊക്കെ തകർത്തെറിഞ്ഞും നമ്മൾ കാണുന്നു. രോഗങ്ങൾ കവർന്നു കൊണ്ടുപോകുന്നത് നമ്മൾ കാണുന്നു. എന്റെ ജീവനാണ്, എനിക്ക് നീ മാത്രം മതി. ഈ രാവിലെ സമയം നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാമോ? ഒരു വാക്ക് പ്രാർത്ഥന വാക്കുകൾ നിർത്തട്ടെ. സ്വർഗസ്ഥനായ ദൈവമേ, എനിക്ക് ദൈവത്താണേ, എന്റെ ജീവനാണ്, ചില ആത്മാക്കളെ മതി, അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രം മതി. കർത്താവിനെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആ ലക്ഷ്യത്തിൽ മാത്രം ജീവിക്കാൻ ഇടയാക്കണമേ. മഹത്വം അങ്ങേക്ക് അങ്ങയോടൊപ്പം നടക്കാൻ ഇടയാക്കും. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. സമയം നിന്ന് കർത്താവിന്റെ ദാസന് ദീപ്തിയോട് നന്ദി അറിയിച്ചിട്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ആമേൻ, ആമേൻ.